നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ഇന്നുള്ളത് പ്രിയങ്കരനായ സംവിധായകൻ ശ്രീ കമൽ. നമസ്കാരം. ഇപ്പോൾ സംവിധായകൻ എന്ന നിലയ്ക്കല്ല, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന നിലയ്ക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പുതിയ സ്ഥാനലബ്ധിയിൽ ഞങ്ങൾ എല്ലാ അഭിനന്ദനങ്ങളും നൽകുകയാണ്. ഒപ്പം തന്നെ ചോദിക്കട്ടെ, താങ്കളൊരു ചലച്ചിത്ര പ്രവർത്തകനാണ്, മുഴുസമയ ചലച്ചിത്ര പ്രവർത്തകനാണ്. ഇതുപോലൊരു ഔദ്യോഗികമായ ഉത്തരവാദിത്വം 5 വർഷത്തേക്ക് ഏറ്റെടുക്കുമ്പോൾ അതൊരു കലാകാരന് ഒരു മുൾക്കിരീടമാണോ പൂക്കിരീടമാണോ? ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാനതിനെ എന്തായാലും മുൾക്കിരീടമായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അക്കാഡമിയായിട്ടുള്ള പ്രവർത്തനം ഞാൻ ഈ ചലച്ചിത്ര പ്രവർത്തനത്തിൻ്റെ ഇടയിൽ തന്നെ പലതവണയും ഉണ്ടായിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് അംഗമായിട്ടുണ്ട്. പിന്നെ എല്ലാ ഫിലിം ഫെസ്റ്റിവലുകളിലും ഭാരവാഹിയായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാഡമിയോട് എനിക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. കാരണം അത് നല്ല രീതിയിൽ വരണം. പ്രത്യേകിച്ചും ഈ ഫെസ്റ്റിവലും അതിൻ്റെ ഒരു ആംബിയൻസും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഉത്തരവാദിത്വം വന്നപ്പോൾ അത് വേണ്ടാന്ന് വെക്കേണ്ടെന്ന് തോന്നിയതിന് കാരണം അത് തന്നെയാണ്. പക്ഷേ എനിക്കറിയാം, സിനിമയാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. സിനിമ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങൾ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അല്ലാത്ത നമുക്ക് ഇടവേളകൾ കിട്ടും. ആ സമയത്ത് സിനിമ മാക്സിമം ചെയ്യുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. താങ്കളൊരു പ്രധാനപ്പെട്ട സിനിമ, പ്രേക്ഷകരൊക്കെ വളരെ കാര്യമായി നോക്കിയിരിക്കുന്ന മാധവിക്കുട്ടിയെ വിഷയമാക്കിയുള്ളൊരു സിനിമ ചെയ്യുകയാണ്. ആ സിനിമയൊക്കെ ബാധിക്കുമോ ഈ നിയമനം? ഇല്ല, കാരണം ഞാനതിൻ്റെ ഏകദേശ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഷൂട്ടിലേക്ക് കയറിയാൽ മതി. ബാക്കി ഏകദേശം അത് കലണ്ടർ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. കാരണം ഞാൻ സെപ്റ്റംബർ അവസാനമാണ് ഒരു ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യുന്നത്. അതിന് തടസ്സം ഉണ്ടാവില്ല. അതിനിടയിൽ തന്നെ ഫെസ്റ്റിവലിൻ്റെ കാര്യങ്ങൾ കുറേ മുന്നോട്ട് പോകും. അക്കാദമിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേ സഹകരിച്ചിട്ടുണ്ട്. അക്കാദമിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ പോലുള്ള കാര്യങ്ങളുമായിട്ടും സഹകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ സഹകരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് മനസ്സിൽ തോന്നും ചില കാര്യങ്ങളൊക്കെ വേറൊരു തരത്തിൽ ചെയ്യാമല്ലോ എന്ന്. പക്ഷേ ആ സമയത്ത് അധികാരം ഉണ്ടാവില്ല, അത്തരത്തിൽ എന്തെങ്കിലും നിയോഗം അതിലുണ്ടാവില്ല. അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലുണ്ടോ? അത് അക്കാദമിയിൽ ഞാൻ ആയപ്പോൾ ഇന്നത് ചെയ്യാൻ കഴിയും, അന്ന് ഞാൻ ആലോചിച്ചിരുന്നൊരു കാര്യമാണല്ലോ എന്ന മട്ടിൽ എന്തെങ്കിലുമൊക്കെ ചിലത് മനസ്സിലുണ്ടോ? തീർച്ചയായിട്ടും ഓരോ തവണയും നമ്മൾ അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ അത്ര ശരിയാണെന്ന് തോന്നിയിട്ടില്ല എനിക്ക്. ഞാൻ കമ്മിറ്റിയിലുള്ള സമയത്ത് ഞാൻ പറയുന്നില്ല, കാരണം അന്ന് അടൂർ സാറായിരുന്നു ചെയർമാൻ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം ഒരുപാട് കാര്യങ്ങൾ അക്കാഡമിക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് സ്ഥിരം വേദിയായി ഈ ഡെലിഗേറ്റ് പാസിന് പണം വെച്ചിട്ട് ഇത് എന്താ പറയുക, തമാശകളിയല്ല, അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹമാണ് കൊണ്ടുവന്നത്. പിന്നെ ഒരുപാട് എന്താ പറയുക, ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ നമ്മുടെ IFFK ഒരു പേരുണ്ടായി കൊടുക്കാൻ അടൂർ സാറും ഷാജി സാറും പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള മുൻ ചെയർമാന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ ഡേ ടു ഡേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അക്കാഡമിക്ക് ചെയ്യാനുണ്ട്. അത് അക്കാഡമിയുടെ ആരംഭിച്ച ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഫെസ്റ്റിവലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് പലപ്പോഴും ഞങ്ങൾ പല വേദികളിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിലേക്ക് കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ചെയർമാനായതിനു ശേഷം നടത്തിയ ആദ്യത്തെ പ്രഖ്യാപനങ്ങളിൽ ശ്രദ്ധേയമായ ഒന്ന് ഗ്രാമങ്ങളിലേക്ക് സിനിമ എത്തിക്കും എന്നതാണ്. ഗ്രാമങ്ങളിൽ സിനിമ എത്താത്ത സ്ഥിതിയൊന്നും നമ്മുടെ നാട്ടിലില്ല. പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളുകളിലൊക്കെ തന്നെ സിനിമ കൊണ്ടുവന്ന് കളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ടൂറിംഗ് തിയേറ്റർ എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ ആ കാലം ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രയോഗം കൂടിയാണത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്ത് തരത്തിലുള്ള സിനിമകളാണ് ഗ്രാമത്തിൽ കൊണ്ടുവരിക? അതുകൊണ്ട് ഗ്രാമീണർക്ക് എന്ത് ഗുണം, സിനിമയ്ക്ക് എന്ത് ഗുണം? അതായത് ഇത് എൻ്റെ പുതിയ ആശയമല്ല, ഇത് അക്കാഡമി തന്നെ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ആശയമാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. ഇടക്കാലത്ത് മുടങ്ങിപ്പോയതാണ്. ചെയ്യാൻ ആരംഭിച്ചിട്ട് ചെയ്തിട്ടില്ലേ. സത്യത്തിൽ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണത്. സത്യത്തിൽ നമ്മുടെ പുതിയ സാംസ്കാരിക വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ AK ബാലൻ, അദ്ദേഹം ആദ്യമായിട്ട് ഞങ്ങൾ സിനിമാ സംഘടനകളുമായിട്ടുള്ള ചർച്ചയിലും പിന്നീട് അക്കാഡമി ചെയർമാനായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു ഗ്രാമങ്ങളിൽ സിനിമയുണ്ട്. നേരത്തെ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമുക്ക് അന്യം നിന്ന് പോയൊരു സംസ്കാരമുണ്ട് ഗ്രാമങ്ങളിൽ സിനിമയായി ബന്ധപ്പെട്ട്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറഞ്ഞ എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. ഇപ്പം നമ്മുടെ കൊട്ടകകളൊക്കെ ഉണ്ടായിരുന്നു. ആ കൊട്ടകകൾ വെറും ഒരു പ്രദർശനശാലകൾ മാത്രമായിരുന്നില്ല, അതിനൊരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ വായനശാല പോലെ അത്തരം കാര്യങ്ങൾ പോലെ തന്നെ ഈ
കൊട്ടകൾക്ക് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അതിൽ വരുന്ന ആൾക്കാർ, അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഒക്കെ നമുക്കറിയാമല്ലോ. ഇപ്പൊ പലതും അടച്ച് കല്യാണ മണ്ഡപങ്ങളായിപ്പോയി. അപ്പോൾ അത് തീരില്ലാണ്ടായി. അപ്പോൾ അദ്ദേഹം അത് തിരിച്ചു പിടിക്കാനായിട്ട് ഞങ്ങളുടെ സംഘടനകളൊക്കെ ആയിട്ട് അത് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ട് ആ കാര്യം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ് ഇപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൊയിലാണ്ടിയിലെ ഒരു ഗ്രാമത്തിൽ പണ്ടൊരു തിയേറ്റർ ഉണ്ട്. ഞങ്ങളെ കുട്ടിക്കാലത്ത് അവിടെ പോയി, അവിടെ ആ തിയേറ്റർ ഒന്നുമില്ല. അപ്പോൾ അവിടെ ഒരു നല്ല തിയേറ്റർ, എല്ലാ ആധുനിക സൗകര്യമുള്ള തിയേറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാരെ ആകർഷിക്കാൻ കഴിയും. അത്തരം ഒരു പദ്ധതി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അക്കാഡമിയുടെ ലക്ഷ്യം അതല്ല, കാരണം അത് ചെയ്യേണ്ടത് കൂടുതലും KSFDC ആണ്. അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കുടുംബശ്രീ യൂണിറ്റ് ഉണ്ട്, അതുപോലെ പല ഈ സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഒരുപാടുണ്ട്. ഈ കുടുംബശ്രീ മിക്കവാറും കേരളത്തിൽ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന സ്ത്രീകളുടെ ഒരു ഇതാണ്. നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ഈ എന്താ പറയുക, ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഏറ്റവും സജീവമായിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ പിൽക്കാലത്ത് ഇപ്പോഴും ഉണ്ട് ഫിലിം സൊസൈറ്റികൾ, അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവർ കൊച്ചു സർക്കിളിൽ ഒതുങ്ങുകയാണ്. ഒരു ചില സ്ഥിരം പ്രേക്ഷകർ, ചില സ്ഥിരം ചിന്തകൾ മാത്രമായിട്ട് അത് ഒതുങ്ങി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. സ്കൂളുകളിൽ കുട്ടികളെ സിനിമ കാണിക്കുന്നത് നല്ലത് തന്നെ, പക്ഷേ അതൊരു സീരിയസ് ആയിട്ട് സിനിമ കാണുകയോ അല്ലെങ്കിൽ അത്തരം ചർച്ചകളൊന്നും അവിടെ വരുന്നില്ല. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ ഇടയിലേക്ക് എത്തുക. സ്ത്രീകളുടെ ഇടയിൽ നല്ല സിനിമകളെക്കുറിച്ചൊരു കാഴ്ചപ്പാട്, ഒരു അവബോധം സാധാരണ ഗ്രാമത്തിലുള്ള സ്ത്രീകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതാണ് ഞാൻ പ്രധാനമായിട്ടും, അതാണ് ഈ കുടുംബശ്രീ ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മൾ അക്കാഡമിക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ ഓരോ ഗ്രാമങ്ങളിലും ഓരോ കുടുംബശ്രീയുടെ യൂണിറ്റിൻ്റെ അടുത്ത് ഒരു സിനിമ കൊടുക്കുക, ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ ക്ലാസിക്സ്, അവർക്ക് മനസ്സിലാകുന്ന വളരെ ലളിതമായ എല്ലാവർക്കും കാണാൻ പറ്റുന്ന, ചിലപ്പോൾ ഫെസ്റ്റിവൽ സിനിമകൾ എല്ലാവർക്കും കാണാൻ പറ്റിയെന്ന് വരില്ല, അങ്ങനത്തെ സിനിമകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അത് മലയാളത്തിൽ സബ് ടൈറ്റിൽ ചെയ്തുകൊണ്ട് അവിടെ പ്രദർശിപ്പിക്കുക. അതൊക്കെ നടക്കും. മലയാളത്തിൽ സംവിധാനം ഉണ്ട്. അതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി, അത് നടക്കാവുന്ന കാര്യമുള്ളൂ. സബ് ടൈറ്റിൽ ചെയ്തിട്ട് അത് അവരെ കാണിക്കുമ്പോൾ അവർക്ക് ആ സിനിമ മനസ്സിലാവും. അതിനോടൊപ്പം തന്നെ ആ സിനിമയെക്കുറിച്ചൊരു ആദ്യം ഒരു ബ്രീഫിംഗ് നടത്തിയതിന് ശേഷം സിനിമ കാണിക്കുകയും, അങ്ങനെ പല യൂണിറ്റുകളിൽ നമുക്ക് ഇത് എത്തിക്കാൻ കഴിയും. ക്ലാസിക്സ് ആണോ അങ്ങനെ കാണിക്കുക? ക്ലാസിക്സ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പതേർ പാഞ്ചാലി കേട്ടിട്ടുണ്ടാവും ഈ സ്ത്രീകൾ, പക്ഷേ അവരാരും കണ്ടിട്ടുണ്ടാവില്ല. അത് മലയാളത്തിൽ സബ് ടൈറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും, ഇങ്ങനൊരു സിനിമ ഉണ്ടായിരുന്നു, ഇതാണല്ലോ സത്യത്രേ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധാരണ സ്ത്രീകൾക്ക്, അങ്ങനത്തെ സ്ത്രീകളുടെ ഇടയിലേക്ക് ഇത് ആദ്യം എത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ടെലിവിഷൻ സീരിയലിൻ്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ അതിൽ നിന്ന് പൂർണ്ണമായി അകറ്റാൻ നമുക്ക് കഴിഞ്ഞു വരില്ല. പക്ഷേ എങ്കിൽ പോലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ സീരിയലിൻ്റെ മുമ്പിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനൊരു സിനിമ കാണാൻ അവർ തയ്യാറായാൽ അത് വലിയൊരു കാര്യമായിരിക്കും. ആ ഒരു ആലോചനയാണ് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചു മലയാള സിനിമകളുണ്ട്, എന്ന് വെച്ചാൽ ഓഫ് ബീറ്റ് സിനിമകളെന്ന് നമ്മൾ പറയുന്ന ചെറിയ ബഡ്ജറ്റിൽ എടുക്കുന്ന നല്ല സിനിമകളുണ്ട്. അത് നമുക്ക് പലപ്പോഴും തിയേറ്റർ കിട്ടാറില്ല. തിയേറ്ററിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ അവർ പ്രദർശിപ്പിച്ചതിന് ശേഷം ആ സിനിമകൾ നിർമ്മാതാവിൻ്റെ സഹകരണത്തോടുകൂടി തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള പടങ്ങൾ കാണിക്കുന്ന സ്ഥലത്ത് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊരിക്കലോ ഒരു മലയാള സിനിമ അതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാം. അല്ല, അപ്പോൾ തിയേറ്ററിൽ വേണ്ട പോലെ ശോഭിക്കാതെ പോയ ചെറുകിട സിനിമകൾ, അങ്ങനെയുണ്ട്, ചെറുകിട സംരംഭങ്ങൾ അവർക്ക് പുതിയ വേദികൾ കൊടുക്കുക. അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുമോ സാമ്പത്തികമായിട്ട്? അതാണല്ലോ. അതെ, ആ രീതിയിലാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു ആൾക്കൂട്ടത്തിന് മുമ്പിൽ ഈ സിനിമ കാണിച്ചതിന് ശേഷം ആ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സിനിമ കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ ഒരു പെട്ടി വെക്കുക. ആ പെട്ടിയിലേക്ക് എന്തെങ്കിലും അവരുടെ സംഭാവന എന്നുള്ള രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ, അതിലിപ്പോൾ ഒരു എന്താ പറയുക, ഒരു 500 രൂപ കിട്ടിയാലോ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയാൽ പോലും വലിയൊരു തുകയാണ്. ഒരു 10-100 സ്ഥലത്ത് നിന്ന് അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ നിർമ്മാതാവിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ, അത് അക്കാഡമിക്ക് അതിൻ്റെ പണം ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ആലോചന നടത്തുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കമ്മിറ്റി ഇവിടെ കമ്മിറ്റി ആയതിനു ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഫൈനൽ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു സ്വകാര്യ ഇതിലേക്ക് ചലച്ചിത്രകാരന്മാർ പങ്കുവെക്കുന്ന ഒരു ആശയമായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനത് പ്രായോഗികമാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഈ കാര്യത്തിൽ ഫിലിം ചലച്ചിത്ര വികസന കോർപ്പറേഷനുമായിട്ടുള്ള സഹകരണം ചിലതിലെങ്കിലും ആവശ്യമായിട്ട് വരുമോ? അക്കാദമി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? സർക്കാരിൻ്റെ സിനിമാ മേഖലയിലെ ഇടപെടൽ 2 സ്ഥാപനങ്ങളിലൂടെ നടക്കുന്നത് അത് ചിലപ്പോൾ ആവശ്യമായിരിക്കാം, അത് ചില പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ടാവാം. അത് മറികടക്കാൻ എന്തെങ്കിലും ആലോചനകൾ നടത്തേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഈ 2 സ്ഥാപനങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ്. അതിന് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ലെനിൻ സാർ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കത് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുവരാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നുണ്ട്. KSFDC പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യം നമുക്കറിയാമല്ലോ, തിയേറ്ററുകളുണ്ട്, സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോ നവീകരിക്കുന്നുണ്ട്, വളരെ നന്നായി നവീകരിച്ച്. ഇപ്പോൾ അവിടെ ഈ കളർ കറക്ഷനും കാര്യങ്ങൾ, DI എന്ന് പറയുന്ന ഇതൊക്കെ എക്യുപ്മെൻറ്റ്സൊക്കെ പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട്, സൗണ്ടിന് പുതിയ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ സ്റ്റുഡിയോയിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. തിയേറ്ററുകൾ ഏകദേശം കുറേ നവീകരിച്ചിട്ടുണ്ട്, പുതിയ തിയേറ്ററുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ നമുക്ക് അക്കാഡമിയായിട്ട് ചേർന്ന് KSFDCയും ചേർന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും സിനിമ എന്നും
എന്നും എല്ലാ തലമുറയും ആകർഷിച്ചിരുന്ന ഒരു സാംസ്കാരിക തുറയാണ്. അത് ഇപ്പോൾ പുതിയ കാലത്ത് നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ഒരു തിളക്കമുള്ള മേഖലയൊക്കെ തന്നെയാണ്, പക്ഷെ ഒരു തൊഴിൽ മേഖലയായിട്ടല്ല പലരും അത് മുമ്പൊക്കെ കണ്ടിരുന്നത്. അവിടേക്കൊക്കെ എത്തിപ്പെടുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന ഒരുപാട് പടങ്ങൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ചെയ്തത് എന്നൊരു നിരീക്ഷണം ഈയിടെയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ പുതിയ തലമുറയിൽ പ്രത്യേകിച്ചുണ്ടായ സിനിമാഭിനിവേശത്തെ അതിനെ ആരോഗ്യകരമായിട്ട് ഒന്ന് നയിക്കുന്നതിനും അത് സ്ഥാപനങ്ങളുമായൊക്കെ ബന്ധപ്പെടുത്തുന്നതിനും അതൊരു സ്ഥിരം ഒരു സംവിധാനമായിട്ട് നിലനിർത്തുന്നതിനും അതുവഴി സിനിമയ്ക്കും ആ തലമുറയ്ക്കും ഗുണം കിട്ടുന്നതിനും ഒക്കെ എന്തെങ്കിലും പദ്ധതികൾ ആലോചിക്കാൻ കഴിയുമോ? ആലോചിക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറ സിനിമയിൽ വളരെ സജീവമായി കഴിഞ്ഞു. ഇപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 5-6 വർഷമായിട്ട് എന്തുമാത്രം പുതിയ പ്രതിഭകളാണ് കടന്നു വന്നിരിക്കുന്നത് എല്ലാ മേഖലയിലും. അവരുടെ കഴിവും തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാത്ത ഈ ടെക്നിക്കൽ രംഗത്ത് മിക്കവാറും 99% ചെറുപ്പക്കാരായി കഴിഞ്ഞു. പഴയ തലമുറ ആരും ഇല്ല എന്ന രീതിയിൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ സൗണ്ട് എഞ്ചിനീയേഴ്സ് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പുതിയ തലമുറയാണ്. ഇപ്പോൾ എല്ലാം ചെറുപ്പക്കാരും 30 താഴെ പ്രായമുള്ളവർ ഒരുപാട് പേര് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവരാണ് ഇനി സിനിമയെ നയിക്കേണ്ടത്. അതുപോലെ തന്നെ അത്തരം ആൾക്കാരാണ് സിനിമയുടെ പ്രധാന പ്രേക്ഷകരും. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് കൂട്ടത്തിൽ പറയാൻ പറ്റുന്നൊരു കാര്യം, ചില കാര്യത്തിലുള്ള നമ്മുടെ ഒരു വിഷമം ഇപ്പോൾ പറയുകയാണ്. ഇപ്പോൾ കെ.ആർ. നാരായണൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട് കോട്ടയത്ത്. ഞാൻ അവിടെ ഒരിക്കൽ പോയി. പറയുന്നത് ശരിയാണോന്നറിയില്ല, പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായൊരു പദ്ധതിയാണത്. സത്യത്തിൽ വിഷമം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ നിലവാരത്തിലുള്ള തന്നെയാണ് ആണ്. എല്ലാം ഇതുണ്ട്, എല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ അകത്ത് ഏതോ ഒരു റിമോട്ട് ഇതിൽ ഒരു തുറന്ന ജയിലുമാരി തോന്നുന്ന സ്ഥലത്ത് കുറേ ചെറുപ്പക്കാർ പിള്ളേർ അവിടെ സിനിമ പഠിക്കുകയാണ്. നമുക്ക് ചിത്രാഞ്ജലി പോലെ എത്രയോ ഏക്കർ സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്ന ഒരു സ്ഥലത്ത് അത് തുടങ്ങുന്നതിന് പകരം അങ്ങനെ ഒരു സ്ഥലത്ത് തുടങ്ങുന്നു, അതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രയോജനം ആർക്കും കിട്ടാതെ പോകുന്നുണ്ട്. ഇപ്പോൾ ആ വിദ്യാർത്ഥികൾക്കും കിട്ടാതെ പോകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ സർക്കാർ കൂടുതൽ പണം മുടക്കി അവിടെ അതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. ഇത് ചിത്രാഞ്ജലിയിൽ അതിനുള്ള സൗകര്യങ്ങൾ നിറയെ കിടക്കുമ്പോൾ ഒരു സ്ഥാപനം അതിൻ്റെ അകത്ത് തന്നെ പ്രവർത്തിക്കുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ എത്ര ഈസിയായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ നടക്കുന്ന പ്രൊഡക്ഷനുമായിട്ട്, അതായത് മലയാള സിനിമയുടെ സജീവമായ ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് സിനിമ പഠിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ പഠിക്കുമ്പോൾ ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കൊരു ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് അവർ കഷ്ടപ്പെട്ട് ക്ലാസ്സൊക്കെ മുടക്കി ഇവിടെ നിന്ന് അതിന് കുറേ പണച്ചെലവും കാര്യങ്ങളൊക്കെ അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഷനില്ല. എന്തിനാണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് ആ വിഷനില്ലാതെ കെ.ആർ. നാരായണൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ പ്രസിഡൻറ്റ്, അദ്ദേഹത്തിന് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല, അദ്ദേഹത്തിൻ്റെ പേരിട്ട് ഓക്കെ, അതിൽ നമുക്ക് സന്തോഷം. എങ്കിൽ പോലും അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തിനാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്തരം വിഷൻ ഇല്ലാത്ത കുറേ പദ്ധതികളാണ് സിനിമയ്ക്കോ കലയ്ക്കോ ഒന്നും ഗുണമുണ്ടാകുന്നില്ല. അത് സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, പല കാര്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഇനിയിപ്പോൾ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല, കാരണം അത് ഓൾറെഡി ആയിക്കഴിഞ്ഞ കാര്യമാണ്. അല്ല, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ അത് ഉണ്ടായി, ആ തരത്തിലുണ്ടായി കഴിഞ്ഞു. അതിനെയൊക്കെ വിശ്വാസത്തിലെടുത്ത് അവരുമായി ചർച്ച ചെയ്ത് ഒക്കെ കൈകോർക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം അക്കാദമിയുടെ ഭാഗത്തു നിന്നുണ്ടോ? ഉണ്ടാകണം. ഇനി ഉണ്ടാകണമല്ലോ. കാരണം ആ സ്റ്റുഡൻസിനെ നമ്മൾ അവരുടെ എഫേർട്ടിനൊക്കെ നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. പിന്നെ ആ സ്ഥാപനം നന്നായിട്ട് വരണം. കാരണം പുതിയൊരു തലമുറ ഉണ്ടായി വരണം, അത് പരിശീലനം നേടിയ തലമുറ ഉണ്ടായി വരണം. പലപ്പോഴും ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, സിനിമയിൽ ആർക്കും കടന്നു വരാവുന്ന വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാധ്യമമായിട്ട് സിനിമ മാറിയിട്ടുണ്ട് ചെറുപ്പക്കാർക്ക്. ഒരു ആഡ് ചെയ്താൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിം ചെയ്താൽ ഉടനെ സിനിമ സംവിധാനം ചെയ്യാന്നുള്ളത് ചെയ്യുന്നുണ്ട് ഒരുപാട്. അങ്ങനെ നല്ലതുമാണ്, കുഴപ്പമുണ്ട്. കാരണം വെച്ചാൽ അക്കാഡമിക് ആയിട്ടുള്ളൊരു പഠനം ഉണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു സമയം എന്തിനും ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, വേണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ കുറേ സിനിമകൾ കാണാനും സിനിമ എന്താണെന്നുള്ളതിനെ ഒരു വിശകലനം ചെയ്യാനും ഒക്കെ ഒരു അവസരം ഉണ്ടായി വരുമ്പോൾ മാത്രമാണ് ആ പഠനം പൂർത്തിയാവുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ട് മാത്രം അങ്ങനെ ആവണമെന്നില്ല. അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പരമ്പരാഗത രീതി ഉണ്ടല്ലോ സിനിമയിൽ, കുറേ കാലം ആരെങ്കിലും കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് ഇതിൻ്റെ എല്ലാം കണ്ട് മനസ്സിലാക്കുക, ടെക്നോളജിയോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള വീഴ്ചകളും താഴ്ചകളും ഉയർച്ചകളും ഒക്കെ മനസ്സിലാക്കുന്ന രീതിയിലും സിനിമ പഠിക്കുക എന്നുള്ളത്. ഇത് രണ്ടും ഇല്ലാതെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കറിയാം, മുൻ തലമുറ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ വലിയൊരു സാംസ്കാരിക സ്ഥാപനം കൂടിയായിരുന്നു, വെറും ഒരു പഠന കേന്ദ്രമായിരുന്നില്ല.
അത് ഒരു കൾച്ചറും കൂടിയാണ്. അപ്പോൾ അത്തരം ഒരു കൾച്ചർ ഉണ്ടായി വരണം. അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായിക്കാൻ പറ്റണം. കാരണം നമ്മൾ വെറുതെ ഇത് പഠിച്ചിറങ്ങുക എന്നുള്ളത് മാത്രമല്ല, കാലഘട്ടം, നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം, രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നൊരു തലമുറ ഉണ്ടായി. ആ തലമുറയാണ് മലയാള സിനിമയിൽ ഈ പറയുന്ന ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പം നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോലും പഴയ പോലെ പ്രതിഭകൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പുതിയ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രശ്ന സങ്കീർണമായി മാറുകയും ചെയ്തു. അതുണ്ട്. അക്കാദമിയുടെ ഒരു പ്രധാന മേഖല അതിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ഒരു വിമർശനം താങ്കൾ നേരത്തെ പറഞ്ഞെങ്കിലും അത് ചലച്ചിത്ര ഫെസ്റ്റിവൽ മേള സംഘടിപ്പിക്കുക എന്നത് തന്നെയാണ്. അതിന് ഒരു പുതിയ സ്ഥലം സ്ഥിരമായി ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. എന്താണ് അതിന് പുറകിലുള്ള കാഴ്ചപ്പാട്? ഫെസ്റ്റിവൽ കോംപ്ലക്സ് ഉണ്ടാകുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ മേള ഇവിടെ നടക്കുമ്പോൾ പല തിയേറ്ററുകളിൽ ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. ചിലപ്പോൾ പല സിനിമകൾക്ക് എത്തിപ്പെടാനായിട്ട് തന്നെ പറ്റില്ല. ഒരു സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമ കുറച്ച് ദൂരെയുള്ള തിയേറ്ററിലാണെങ്കിൽ ചിലപ്പോൾ അവിടെ സീറ്റ് കിട്ടുന്നില്ല, അവിടെ പടം തുടങ്ങും. അങ്ങനെയൊക്കെ ഈ ഡെലിഗേറ്റ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗോവയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ കോംപ്ലക്സ് വന്നതിന് ശേഷം അവിടെ തന്നെ എല്ലാ സിനിമകളും കാണാനുള്ള സൗകര്യമുണ്ട്. ദേശീയ ചലച്ചിത്രമേള ആദ്യം പലയിടത്ത് സംഘടിപ്പിക്കുന്നതുകൊണ്ട് ജിപ്സി മേള എന്ന് ആരോപിക്കപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ അതിനൊരു മുഖം വന്നിട്ടുണ്ട്. അതുപോലെ മിക്കവാറും എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും മേളകൾ അങ്ങനെ തന്നെയാണ്. ഒരു കോംപ്ലക്സിൻ്റെ അകത്ത് തന്നെയാണ് നടക്കുന്നത്. ഇവിടെ നമുക്കതിനുള്ള സാധ്യതകളില്ലാത്തതുകൊണ്ട്, സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് പല തിയേറ്ററുകളിലേക്ക് ചെതറിപ്പോയത്. അത് ഒരു വേദിയിലേക്ക് ഒരുമിച്ച് വരുമ്പോൾ സിനിമ കാണലും മാത്രമല്ല, അതുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനും ആ കൂടിച്ചേരലുകളും കുറച്ചും കൂടി പ്രസക്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും. അതെന്താ ആക്കുളത്ത് വേണോ കവടിയാർ വേണോ എന്നൊരു തർക്കമുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ട് അതിൽ? അങ്ങനെ അതെനിക്കറിയില്ല എങ്ങനെ വന്നു, അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. കാരണം മുൻ അക്കാഡമി ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് വന്നൊരു നിർദ്ദേശമാണെന്ന് എനിക്ക് തോന്നുന്നു. ആക്കുളത്ത് ഇത് സ്ഥലമുണ്ട്, അവിടെ ചെയ്യാമെന്നുള്ളത്. ഞങ്ങൾ ആലോചിച്ചപ്പോൾ അതിന് യാതൊരു പ്രായോഗികതയില്ല. കാരണം സിനിമ നഗരത്തിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ വേറെ പ്രശ്നമല്ല, നമ്മുടെ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു സാംസ്കാരിക ഒരു മുഖം കൂടിയായിരുന്നു ഈ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞത്. പിന്നെ സാധാരണക്കാർക്ക് എത്തിപ്പെടാവുന്നതായിരിക്കണം ഈ മേള എന്ന് പറയുന്നത്. ഇപ്പോൾ ആക്കുളത്ത് നമ്മളൊരു എല്ലാവിധ ആധുനിക സൗകര്യവും കൂടിയും അങ്ങനെ ഒരു മേള കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വന്നെത്തുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൗകര്യങ്ങളുള്ള ആൾക്കാർക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ട്രെയിൻ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഈ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി വരണം. അതുകൊണ്ടാണ് കവടിയാർ, അതുകൊണ്ടാണ് നഗരത്തിൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഫെസ്റ്റിവൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോംപ്ലക്സ് വെറുതെ പൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിന് ഭീമമായ നഷ്ടം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലക്സ് ആയിട്ട് തന്നെ പ്രവർത്തിക്കുക, പബ്ലിക്കിന് സിനിമകൾ കാണാനുള്ള, സാധാരണ മൾട്ടിപ്ലക്സുകൾ പോലെ തന്നെ സിനിമ കാണാനുള്ള ടിക്കറ്റ് നിരക്കൊക്കെ അതേ രീതിയിൽ തന്നെയായിരിക്കും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സ്ഥാപനമായിട്ട്, ഇപ്പോൾ നമ്മൾ സാധാരണ ഈ മൾട്ടിപ്ലക്സുകളൊക്കെ ഉണ്ടാക്കുന്ന ഐനോക്സ് അതുപോലുള്ള ഒരുപാട് PVR എന്നൊക്കെ പറയുന്ന ഇതുണ്ടല്ലോ, അവരാണ് ഇത് നടത്തുന്നത്. അത് സർക്കാരുമായിട്ട് ആലോചിച്ചിട്ട് അത്തരം ഒരു ഏതെങ്കിലും ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ തിയേറ്ററുകൾ അവർ റൺ ചെയ്യുകയും മാസം ഒരു റെൻ്റ് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ അത് വലിയൊരു തുക കിട്ടും ഒരു മാസം. അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു വലിയൊരു സംഘത്തെ നമ്മൾ അക്കാഡമി കണ്ടെത്തേണ്ടിയിരിക്കും ഇത് റൺ ചെയ്യാനായിട്ട്. അതത്ര പ്രാക്ടിക്കലല്ല. നമുക്ക് മാസം അക്കാഡമിക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു വർഷം തന്നെ നല്ലൊരു ഇൻകം കിട്ടും. അപ്പോൾ ചിലപ്പോൾ ഈ ഫിലിം ഫെസ്റ്റിവലിൽ തന്നെ ആ ഇൻകത്തിൻ്റെ ഒരു അംശം കൊണ്ട് കുറേയൊക്കെ നടത്താനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ടൊരു സാധ്യതയാണ് അത്. കമൽ എന്ന ചലച്ചിത്ര വ്യക്തിത്വം അതാരാണ് എന്ന് എല്ലാ മലയാളികൾക്കും അറിയാം. ഒരു 3 പതിറ്റാണ്ടായിട്ട് നേരിട്ട് തന്നെ സിനിമയിൽ, അതിനു മുമ്പ് അതിൻ്റെ പശ്ചാത്തല മേഖലകളിൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സംഭാവനകളും ഇരിക്കെ തന്നെ അദ്ദേഹത്തെ വളരെ രൂക്ഷമായിട്ട്, വളരെ മര്യാദഘട്ട രീതിയിൽ പോലും ആക്രമിച്ച ഒരു സമീപ ഭൂതകാലമാണ് നമ്മളിപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. താങ്കളെടുത്ത ചില സാമൂഹ്യ നിലപാടുകളുടെ പേരിൽ താങ്കൾ വിമർശിക്കപ്പെട്ടു. അതിൽ ഒരു അപാകതയില്ല. പക്ഷേ അതിൽ താങ്കൾ ജനിച്ച സമുദായം, ജനിച്ച മതം, താങ്കളുടെ മാതാപിതാക്കൾ ഒക്കെ ആക്രമിക്കപ്പെടുന്ന തരത്തിലേക്കൊക്കെ അത് പോവുകയും താങ്കൾ വികാരഭരിതനായി പ്രതികരിക്കേണ്ട നില ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ മറ്റേ വിവാദങ്ങൾ കൂടി താങ്കളുടെ കൂടെ ഉണ്ടായിരിക്കെ താങ്കളിപ്പോൾ ഒരു പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. താങ്കളുടെ ഈ വിവാദങ്ങളുടെ ഭാരം ഈ ഉത്തരവാദിത്വത്തെ ബാധിക്കുമോ? താങ്കളുടെ ശത്രുക്കൾ വീണ്ടും സജീവമായി ഇരിക്കുമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അങ്ങനെ സ്ഥായിയായ ശത്രുക്കൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. അടുത്ത വിമർശനമുണ്ട്. അത് ഓരോ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാന്ദർഭികമാണെന്ന് ഞാൻ പറയുന്നില്ല വെറുതെ. പക്ഷെങ്കിൽ പോലും നമുക്ക് അറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ ഈ മതവും ജാതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കലാകാരന്മാരായാലും ശരി, രാഷ്ട്രീയക്കാരെ നമുക്ക് വിടാം, കാരണം അവർ അത് ഉപയോഗപ്പെടുത്തുന്നവരാണ്. കലാകാരന്മാർ ഒരിക്കലും അത് ഉപയോഗപ്പെടുത്തുന്നവരല്ല.
അത് ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ നമ്മളത് കാണുന്നുണ്ട്, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കലാകാരന്മാരെ ഇപ്പോൾ ഒരു നോവൽ എഴുതുന്ന ആൾ നോവൽ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പെരുമാൾ മുരുകനെ അതിൻ്റെ സംഭവമൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ആവിഷ്കാരത്തിനെതിരെ കടന്നു കയറുന്ന ഒരവസ്ഥ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ദൈവങ്ങളുടെ പേരിലാകുമ്പോൾ കലാകാരൻ്റെ സമ്മർദ്ദം നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ആവിഷ്കാരം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ സിനിമാ സംവിധായകനാണ്, സിനിമയിലൂടെ മാത്രമുള്ളൊരു ആവിഷ്കാരമല്ല, അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാരവും തന്നെയാണ്, മറ്റൊരു രീതിയിലുള്ളൊരു ആവിഷ്കാരമാണ്. കാരണം എൻ്റെ നിലപാടുകളാണ് ഞാൻ പറയുന്നത്. അത് പറയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ നമ്മൾ ആക്രമിക്കുക എന്ന് പറയുന്നത്, അത് ഒരു കലാകാരനെ സംബന്ധിച്ചോളം കലാകാരൻ വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അത് കൂടുതൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു തൊലിക്കെട്ടി ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിപ്പോകും, ദൗർബല്യങ്ങൾ വരുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രവണത കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൂടി വരുന്നുണ്ട്. അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ ഈ ഗ്രാമങ്ങളിലുള്ളൊരു ചെറു സംഘങ്ങൾ എന്ന് പറയുമ്പോൾ, മുമ്പ് ഒരു വായനശാലയുടെ മുമ്പിൽ തമ്പടിച്ചിരുന്ന ഒരു നാടകം കളിക്കാനോ അങ്ങനെയൊക്കെയാണല്ലോ, അതല്ലെങ്കിൽ ഒരു പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ ഇങ്ങനെ സംഘങ്ങൾ കൂടുമായിരുന്നു. ഇന്നിപ്പോൾ അത് മാറിയിട്ട് ഒരു ഉത്സവം നടത്താനായിട്ട് അല്ലെങ്കിൽ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടി നടത്താൻ ഒരു ചെറുപ്പക്കാരുടെ സംഘം കൂടുമ്പോൾ, മുമ്പ് അതുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഉത്സവം നടത്തുമ്പോൾ എല്ലാ ജാതി മതസ്ഥരും അതിൽ പങ്കാളികളാവുന്നൊരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അത് വലിയ ഒരു രൂക്ഷമായൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ ചെറു സംഘങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ വരുമ്പോൾ അവർ അസഹിഷ്ണുക്കളായി മാറുന്നുണ്ട്. അതിനവർക്ക് പുതിയ മീഡിയയെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആ അസഹിഷ്ണുത അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾക്കൊക്കെ നേരെ ഈ ഡയറക്റ്റായിട്ട് വരുന്നത്. അതിനെ നമ്മൾ നേരിടുക, പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമേ അതിന് വഴിയുള്ളൂ. പുതിയ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ദൗത്യം കഴിഞ്ഞ് ഒഴിയുമ്പോൾ കമൽ എന്ന അക്കാദമി ചെയർമാൻ എങ്ങനെ അനുസ്മരിക്കപ്പെടണം? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്തായിരിക്കണം എന്നാണ് താങ്കളിപ്പോൾ മനസ്സിൽ കാണുന്നത്? ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? നമ്മൾ എന്ത് സ്വപ്നം കണ്ടാലും ആ സ്വപ്നം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ബാധ്യത തന്നെയാണ്. ഇപ്പോൾ അത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു സിനിമ നമ്മൾ തിരക്കഥ എഴുതി ആ സിനിമ സ്ക്രീനിലെത്തിക്കുക എന്ന് പറയുമ്പോൾ, തിരക്കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ അതൊരു സിനിമ നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ടാകും. യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോൾ അതിന് ഒരുപാട് കടമ്പകളുണ്ടാകും. അവസാനം സ്ക്രീനിൽ വരുമ്പോൾ ഒരുപക്ഷെ ഞാൻ സ്വപ്നം കണ്ട മാതിരി ആ സിനിമ ആവണമെന്നില്ല, ചിലപ്പോൾ ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ കേരളത്തിൽ ഇത് വലിയ വെല്ലുവിളി തന്നെയാണ്. നമ്മൾ ഇതിലിപ്പോൾ ഒരു ഭരണാധികാരി ആയാലും അതുണ്ടല്ലോ, ഒരുപാട് വിഷൻ ഉണ്ടെങ്കിലും അത് നടപ്പിലാക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അതുകൊണ്ട് അത് 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം, അത്രേ ഉള്ളൂ. താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു 90% നടപ്പാവട്ടെ എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. എല്ലാ ആശംസകളും. നമസ്കാരം.